I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. Today's session, we are trying to discuss about the third type of problems in duality, that is duality problem part 3 or type 3. Consider the question. Find the dual of the following primal. Minimize z is equal to 4x1 plus 2x2 plus x3 subject to the constraints x1 plus x2 less than or equal to 10, 3x1 plus x2 plus x3 greater than or equal to 23, x7x1 minus x3 equal to 6, and the non-negativity condition x1, x2 and x3 greater than or equal to 0. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ച് ഈ ഒരു പ്രൈമൽ പ്രോബ്ലത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ മിനിമൈസേഷൻ ആണ്. ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറയുന്നത് x1, x2, x3 എന്നിവയാണ്. നമ്മൾ കൺസ്ട്രെയിൻസിലേക്ക് വരുമ്പോൾ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ മിനിമൈസേഷൻ ആയ സ്ഥിതിക്ക് അവിടുത്തെ കൺസ്ട്രെയിൻസിൻ്റെ എല്ലാം ഇനീക്വാലിറ്റി എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അതായത് മിനിമൈസേഷൻ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടുത്തെ കൺസ്ട്രെയിൻസ് എല്ലാം തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർമാറ്റിലായിരിക്കണം. ഈ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഫസ്റ്റ് കൺസ്ട്രെയിൻ ഈസ് ഓഫ് ദ ഫോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സെക്കൻഡ് കൺസ്ട്രെയിൻ ഓക്കെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർമാറ്റിലാണ്, ആൻഡ് തേർഡ് കൺസ്ട്രെയിൻ ഈസ് ഓഫ് ദ ഫോം ഇക്വാളിറ്റി. അപ്പോൾ ഈ ഫസ്റ്റ് കൺസ്ട്രെയിനെയും ലാസ്റ്റ് കൺസ്ട്രെയിനെയും നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്ത് എഴുതിയെങ്കിൽ മാത്രമേ ഇത് നമ്മൾക്ക് ആവശ്യമുള്ള പ്രൈമൽ ഫോർമാറ്റിലേക്ക് മാറത്തുള്ളൂ. സോ വി ക്യാൻ ജസ്റ്റ് കൺസിഡർ ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ, ദാറ്റ് ഈസ് x1 plus x2 less than or equal to 10. ഇവിടുത്തെ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കാണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹോൾ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. therefore multiplying the whole inequality with the -1, therefore the inequality become -x1 minus x2 greater than or equal to -10. therefore നമ്മളുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എങ്ങനെ ചേഞ്ച് ചെയ്തു? x1 പ്ലസ് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ എങ്ങനെയായിട്ട് മാറി? -x1 മൈനസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10 ആയിട്ട് മാറി. സോ ലെറ്റ്സ് കൺസിഡർ ദ തേർഡ് കൺസ്ട്രെയിൻ. തേർഡ് കൺസ്ട്രെയിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് 7x1 മൈനസ് x3 ഈക്വൽ ടു 6. അതായത് അവിടെ ഒരു ഇനീക്വാളിറ്റി റിവേഴ്സിങ് അല്ല നടന്നിരിക്കുന്നത് അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടുന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല, അല്ലെങ്കിൽ തിരിച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല വന്നിരിക്കുന്നത്. എന്താ വന്നിരിക്കുന്നത്? അവിടെ ഇനീക്വാളിറ്റിക്ക് പകരം ഇക്വാളിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ ആണുള്ളത് അല്ലേ? അപ്പോൾ ആ ഇക്വാളിറ്റി റെപ്രസെൻറ്റേഷനെ എങ്ങനെ ഇനീക്വാളിറ്റി ആക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതാണ് ശരിക്കും ഈ പ്രോബ്ലത്തിനകത്ത് ഉള്ളൊരു വ്യത്യാസം, മെയിൻ വ്യത്യാസമാണ്. കാരണം ഈ ഒരു സൈൻ ഇനീക്വാളിറ്റി റിവേഴ്സ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞായിരുന്നു. ഇനി ഇക്വാളിറ്റി എങ്ങനെ ഇനീക്വാളിറ്റി ആക്കാം എന്നുള്ളതാണ് ഈ സെഷനകത്ത് നമ്മൾ ശരിക്കും ഡീൽ ചെയ്യുന്നത്. സോ ആ ഒരു വ്യത്യാസം ശരിക്കും ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സമയം ലെസ് ദാൻ ഓർ ഈക്വൽ ടുവും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻഷിപ്പ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈക്വൽ ടു റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ചെറുതാവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. അപ്പോൾ ഈ റിലേഷൻ എന്താണ്? ശരിയാണ്. സിമിലർലി 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് അല്ലേ? 5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, വലുതാണ് അല്ലെങ്കിൽ ഈക്വൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ റിലേഷൻ എന്താണ്? ശരിയാണ്. അതായത് ഒരേ സമയം ഈ രണ്ട് ഇനീക്വാളിറ്റീസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്, 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, ഒരേ സമയം ആ രണ്ട് ഇനീക്വാളിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം? 5 ഈക്വൽ ടു 5 എന്ന് എഴുതാം. അതായത് ഇക്വാളിറ്റി എന്ന് പറയുന്ന ആ റിലേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് സാറ്റിസ്ഫൈസ് ബോത്ത് ദ ഇനീക്വാളിറ്റീസ് അറ്റ് ദ സെയിം ടൈം. ദാറ്റ് ഈസ് ലെസ് ദാൻ ഒരു ഇനീക്വാളിറ്റിയും ഗ്രേറ്റർ ദാൻ ഇനീക്വാളിറ്റിയും, that is less than or equal to inequality, greater than or equal to inequality ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് എന്ന് വിളിക്കുന്നത്. ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് എന്ന് വിളിക്കുന്നത് ഇക്വാളിറ്റി റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് തേർഡ് കൺസ്ട്രെയിൻ 7x1 മൈനസ് x3 ഈക്വൽ ടു 6, ഈ ഇക്വാളിറ്റി റിലേഷൻഷിപ്പ് ഒരേ സമയം എന്ത് സാറ്റിസ്ഫൈ എന്ന് പറയാൻ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി, ദിസ് റിലേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഏതൊക്കെയാ? ഹിയർ 7x1 minus x3 less than or equal to 6 at
the same time 7x1 minus x3 greater than or equal to 6 അല്ലേ? സോ ഈ ഇക്വാളിറ്റി എന്ന് പറയുന്ന ഈ കൺസ്ട്രെയിനെ അവിടെ രണ്ട് ഡിഫറെൻറ്റ് ഫോർമാറ്റിലേക്ക് നമ്മൾ ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് രണ്ട് ഡിഫറെൻറ്റ് ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റി എഴുതി. ഇതിൽ സെക്കൻഡ് ഫോർമാറ്റ് നമുക്ക് ആവശ്യമുള്ളത് ഏതാ? അവിടുത്തെ സെക്കൻഡ് ഫോർമാറ്റിനകത്ത് അല്ലെങ്കിൽ സെക്കൻഡ് റെപ്രസെൻറ്റേഷനകത്ത് ഇൻഈക്വാളിറ്റി ഏതാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇവിടെ നമ്മളുടെ പ്രൈമലിൻ്റെ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ മിനിമൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന ഫോർമാറ്റ് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാം? പ്രൈമലിൻ്റെ മോഡിഫൈഡ് ഫോമിലേക്ക് നമുക്ക് എടുത്തെഴുതാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ ഫസ്റ്റ് ഫോർമാറ്റ്, അതായത് 7x1 minus x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ആ റിലേഷൻ എന്തിൻ്റെ കൂടെ നമുക്ക് യോജിച്ചു പോകില്ല? മിനിമൈസേഷൻ ഒപ്റ്റിമൈസേഷൻ കണ്ടീഷനോട് യോജിച്ചു പോകില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനെ എന്താക്കി മാറ്റണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആക്കി മാറ്റുക. സോ നമ്മൾ അവിടെ എന്ത് ചെയ്തു? ഈ ഹോൾ ഇക്വേഷനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും എങ്ങനെ മാറി? ഇറ്റ് ബിക്കം -7x1 പ്ലസ് x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -6. ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് കിട്ടിയ ആ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയ കൺസ്ട്രെയിൻ ആണ്. ഇതേപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് നമുക്ക് നമ്മുടെ മോഡിഫൈഡ് പ്രൈമൽ ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റി എഴുതാം അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ പ്രൈമൽ LPP നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്താൻ പറ്റും? വരുന്ന മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് മാറ്റമില്ല. മിനിമൈസ് z is equal to 4x1 plus 2x2 plus x3 സബ്ജക്റ്റ് ദ ഫസ്റ്റ് കൺസ്ട്രെയിനുള്ള മാറ്റം എന്താണ്? ദാറ്റ് ഈസ് ഇവിടെ x1 വരെ എന്ത് വരും? ഇറ്റ് ബിക്കം -x1 then x plus x2 പകരം -x2 ഗ്രേറ്റർ ദാൻ സൈൻ എങ്ങനെ മാറും? സോറി, ലെസ് ദാൻ സൈൻ എങ്ങനെ മാറും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10. സോ അവിടെ ഉള്ള ആ ഒരു ചെറിയ എന്ത് ഡിഫക്റ്റ് മാറി അല്ലേ? സെക്കൻഡ് കൺസ്ട്രെയിൻ അത് മാറ്റമൊന്നുമില്ല, അത് നമുക്ക് അതേപടി ഉപയോഗിക്കാം. കാരണം എന്താ? അവിടുത്തെ ഇൻഈക്വാലിറ്റി എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി തേർഡ് കൺസ്ട്രെയിനിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം? തേർഡ് കൺസ്ട്രെയിനെ എനിക്ക് രണ്ട് ഡിഫറെൻറ്റ് കൺസ്ട്രെയിൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഏതൊക്കെയായിട്ട് എഴുതാൻ പറ്റുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് 7x1 minus x3 greater than or equal to 6. അതായത് ഗ്രേറ്റർ ദാൻ സിമ്പിൾ വരുന്ന ആ റിലേഷൻ എഴുതാം. ആൻഡ് സെക്കൻഡ് റിലേഷൻ ഏതാണ്ട് ഈസ് -7x1 plus x3 greater than or equal to -6 അല്ലേ? ഇപ്പോൾ എത്ര കൺസ്ട്രെയിൻ ആയി ടോട്ടൽ? ആ പ്രൈമൽ പ്രോബ്ലത്തിൽ ടോട്ടൽ ഇപ്പോൾ 4 കൺസ്ട്രെയിൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ഓൾസോ ദ നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ഏതാണ്? ഹിയർ 2 decision variables ആണ്, സോറി 3 decision variables ആണ്, x1, x2 and x3 greater than or equal to 0. സോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ പ്രൈമൽ ഫോർമാറ്റിനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞു. ദാറ്റ് ഈസ് മിനിമൈസ് z is equal to 4x1 plus 2x2 plus x3 subject to the constraints. എല്ലാ കൺസ്ട്രെയിൻസും ഇപ്പോൾ എന്താണ്? ഗ്രേറ്റർ ദാൻ or equal to റിലേഷൻഷിപ്പിലാണ്. ദാറ്റ് ഈസ് -x1 minus x2 greater than or equal to -10, 3x1 plus x2 plus x3 greater than or equal to 23, x1 minus x3 greater than or equal to 6, and minus x1 plus x3 greater than or equal to -6. And also the non-negativity condition x1, x2 and x3 greater than or equal to 0. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിട്ടുള്ള പ്രൈമൽ കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ സോറി പ്രൈമൽ LPPക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡുവലിലേക്ക് മാറ്റാം. Therefore നമ്മുടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത്? മിനിമൈസ് z is equal to 4, 2, 1, where 4 is the coefficient of x1, 2 is the coefficient of x2, and 1 is the coefficient of x3. Again, subject to the constraints. ഏതൊക്കെയാണ്? -1. സോ ഇവിടെ എത്ര വേരിയബിൾസ് ഉള്ള? 3 വേരിയബിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് x1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് വേണം, x2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് വേണം, x3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് വേണം. അപ്പോൾ -1, 0, again 3, 1, 1, 7, 0, -1. സൂക്ഷിച്ചെഴുതുക. ഏത് വേരിയബിൾ ആണോ ഉള്ളത് ആ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് വേണം ഓരോന്നിനും എടുത്ത് എഴുതാനായിട്ട്. again -7, 0, 1, and the decision variable matrix, that is x1, x2 and x3. ഇവിടുത്തെ എല്ലാ കൺസ്ട്രെയിൻസും
ഉള്ള ഇൻഈക്വാലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -10, 23, 6 and -6. And that's the representation, that's the matrix representation of the primal problem. So let's move on to the dual problem. ഈ ഡുവൽ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെന്റേഷൻ നമുക്ക് എപ്രകാരം എഴുതാം? മിനിമൈസേഷൻ എന്ന് പറയുന്ന ഒപ്റ്റിമൈസേഷൻ കണ്ടീഷൻ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? മാക്സിമൈസേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ മാക്സിമൈസ് ഇസ് ഡാഷ് ഇസ് ഈക്വൽ ടു, ഇവിടെ എത്ര കോൺസ്റ്റൻസ് ആണുള്ളത്? 4 കോൺസ്റ്റൻസ് ആണ് കൺസ്ട്രെയിൻറ്റ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് 4 കോൺസ്റ്റൻസ് ദാറ്റ് ഇസ് -10, 23, 6, -6. ഇവിടുത്തെ വേരിയബിൾസ് ഏതൊക്കെയായിരുന്നു? പ്രൈമറിലെ x1, x2 ആൻഡ് x3 ആയിരുന്നു. ഡുവലിൽ വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ആ വേരിയബിൾ ഒന്ന് മാറ്റിയെടുക്കുന്നു, y കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. y കൊണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് എത്ര കോയിഫിഷ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ട്? 1, 2, 3, 4 കോയിഫിഷ്യൻ സ്ഥിതിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് എത്ര ഡിസിഷൻ വേരിയബിൾസ് കയറി വരും? ദർ ആർ 4 ഡിസിഷൻ വേരിയബിൾസ്. 4 ഡിസിഷൻ വേരിയബിൾസ് എവിടെ ഉണ്ടായിരിക്കും? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഡിസിഷൻ വേരിയബിൾ ഡുവൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഡുവൽ LPPയിൽ 4 ഡിസിഷൻ വേരിയബിൾസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് -10 ഈസ് ദ coefficient of y1, 23 can be set as the coefficient of y2, 6 can be considered as the coefficient of y3, and -6 can be set as the coefficient of y4. Again, subject to the constraints, അവിടുത്തെ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതുക. ഈ തന്നിരിക്കുന്ന ഓരോ റോയെ എന്താക്കി എഴുതുക? കോളമായിട്ട് എഴുതുക. therefore -1, -1, 0, 3, 1, 1, 7, 0, -1 and -7, 0, 1. ഇത് ഓരോന്നും ഏതൊക്കെ വേരിയബിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഫസ്റ്റ് കോളം y1ന്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും, സെക്കൻഡ് കോളം y2ന്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും, തേർഡ് കോളം y3യുടെ കോഎഫിഷ്യൻസും, ഫോർത്ത് കോളം y4ന്റെ കോഎഫിഷ്യൻസും ആയിരിക്കും. ആൻഡ് സിമിലർലി നമ്മളുടെ വേരിയബിൾ മെട്രിക്സ് y1, y2, y3 and y4. ഇനി ഇവിടുത്തെ ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. സോ ഡുവലിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് റിവേഴ്സ് ചെയ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഇനി എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രൈമറിലുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഡുവലിലെ കോൺസ്ട്രെയിൻസിൻ്റെ RHSലുള്ള കോൺസ്റ്റൻസ് 4, 2, 1. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഡുവൽ പ്രോബ്ലം എഴുതി നോക്കാം. ഡുവൽ പ്രോബ്ലം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? മാക്സിമൈസ് z dash is equal to -10y1 plus 23y2. ഇങ്ങനെ നമ്മുടെ മോളിൽ നമ്മൾ ആ വേരിയബിൾസ് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ നേരിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അങ്ങനെ കൺസ്റ്റൻസ് എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ശരിക്കും എന്ത് എഴുതുന്നത്? ഈ വേരിയബിൾസ് നമ്മൾ മോളിലേക്ക് റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഓക്കെ, y2 plus 6y3 minus 6y4 subject to constraints ഏതൊക്കെയാണ്? -y1 plus 3y2 plus 7y3 minus 7y4 less than or equal to 4. Second constraint is -y1 plus y2 plus 0y3 plus 0y4 less than or equal to 2. Third constraint is 0y1 plus 1/2 minus 1/3 plus 1/4 less than or equal to 1. And the last inequality constraint, non-negativity constraint, y1, y2, y3 and y4. Since there are 4 decision variables in the dual problem, we want to represent the 4 decision variables y1, y2, y3 and y4 greater than or equal to 0. So this is the dual problem format of the given primal problem. That is dual problem of the given primal problem. So ഈ ഒരു പ്രോബ്ലത്തിന് ബാക്കിയുള്ള പ്രോബ്ലത്തിനുള്ള ഡിഫറൻസ് മനസ്സിലാക്കി ചെയ്യുക. ഇനി ഈ ചെയ്ത പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിൽ ലെക്ചർ നോട്ട്സ് ആയിട്ട് എഴുതിയിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. താങ്ക് യു.